നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന ആക്രമണം ഈ ദിവസവും തുടരുകയാണ്. ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം എന്നത് ഇറാനെ ഞെട്ടിച്ച, അല്ലെങ്കിൽ ഇറാൻ സൈന്യത്തെയും ഇറാൻ ഭരണകൂടത്തെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ടെഹ്റാനിൽ നടത്തിയത്. അതായത് ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്കാണ് ഇന്നലെ ശക്തമായ ബോംബിംഗ് ഇസ്രായേൽ നടത്തിയത്. ഈ എണ്ണ സംഭരണശാലകളിൽ വളരെ കൂടിയ അളവിൽ ഇന്ധനമുണ്ടായിരുന്നു. ആ ഇന്ധനം മണിക്കൂറുകളോളം ഇപ്പോഴും ഈ എണ്ണ സംഭരണശാലകളിൽ നിന്ന് കത്തുകയാണ്. ഓറഞ്ച് നിറത്തിലുള്ള ആ അഗ്നികുണ്ഡങ്ങൾ അത് ഇറാൻ്റെ ഈ എണ്ണ സംഭരണശാല, ഏതാണ്ട് 30ഓളം എണ്ണ സംഭരണശാലകളിൽ ഈ ബോംബിംഗ് നടത്തി, ഇസ്രായേൽ ബോംബിംഗ് നടത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോഴും എണ്ണ സംഭരണശാലകൾ കത്തുകയാണ്. അവിടെ നിന്നും കറുത്ത പുക ഉയരുകയാണ്. ഈ കറുത്ത പുക കാരണം അന്തരീക്ഷം പൂർണ്ണമായും ഏതാണ്ട് രാത്രി പോലെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പകൽ വെളിച്ചത്തിലും, അതായത് പകൽ സമയത്തും വാഹനങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം കൂരിരുട്ടിലേക്ക് പകൽ സമയത്തും ടെഹ്റാൻ നഗരം മാറി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ഈ എണ്ണപ്പാടങ്ങളിൽ നടത്തിയ ബോംബിംഗ് കാരണമാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ ഇങ്ങനെ ഈ ബോംബിങ്ങിന് ഇടയിൽ കത്തുന്നത് കാരണം രാസപദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ കലർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതിനിടെ പെയ്ത മഴത്തുള്ളികൾക്കും കറുപ്പ് നിറമായിരുന്നു എന്ന് പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ കനത്ത ആക്രമണം ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതായത് ഇറാൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇറാനെ എല്ലാ രീതിയിലും നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇത്തരത്തിൽ 12 ദിവസത്തോളം നീണ്ടുനിന്ന ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. ആ സമയത്തും ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഇറാൻ്റെ എണ്ണ സംഭരണശാലകൾ കേന്ദ്രീകരിച്ചോ ആക്രമണം നടത്തിയിരുന്നില്ല ഇസ്രായേൽ. എന്നാൽ ഇപ്പോൾ അത് നടത്തുകയാണ്. അയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടു. അതിനുശേഷവും ഇറാൻ പിടിച്ചു നിൽക്കുകയാണ്. ഈ അയത്തുള്ള ഖമീനിക്ക് ഒരു പിൻഗാമിയെ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അയത്തുള്ള ഖമീനിയുടെ മകൻ മൊജ്തബ ഖമീനിയാണ് ഇപ്പോൾ ഇറാൻ്റെ പിൻഗാമിയായി, അല്ലെങ്കിൽ ഇറാൻ്റെ സുപ്രീം ലീഡറായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വത്തിന് കീഴിൽ ഇറാൻ ശക്തമായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിലാണ് ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഇറാൻ പ്രതിരോധം കടുപ്പിക്കും തോറും ഇസ്രായേലും അമേരിക്കയും ആക്രമണം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. ക്ലസ്റ്റർ ബോംബുകളാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു പ്രിസിഷൻ അറ്റാക്കിന് പകരം ബോംബുകൾ വാരി വിതറുന്ന ഒരു ബോംബിംഗ് രീതിയാണ് ക്ലസ്റ്റർ ബോംബിംഗ്. അതാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ നഗരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യാക്രമണമായി ഇറാൻ ഗൾഫ് മേഖലകളിൽ കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. ബഹ്റൈൻ്റെ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് അത് തകർത്തിട്ടുണ്ട്. ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിലാണ് ബഹ്റൈൻ്റെ ഈ പ്ലാന്റ് തകർന്നത്. ബഹ്റൈൻ്റെ കുടിവെള്ളമടക്കം മുട്ടിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷം തന്നെ ഇപ്പോഴും തുടരുകയാണ്. യാതൊരു തരത്തിലുള്ള അയവും സംഘർഷത്തിന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതോടുകൂടി യുദ്ധം ഏതാണ്ട് സമാധാനത്തിലേക്ക് പോകും എന്ന് വിലയിരുത്തിയതായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും സംഘർഷം കനക്കുകയാണ്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച നടത്തിയ ആക്രമണത്തിൽ ഇറാൻ പകച്ചു നിൽക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.